അപ്പോൾ കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇഡലിയൊക്കെ ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേ രീതി ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ മുളക് കറിയാണ്. നല്ല കുടമ്പുളിട്ട് വെച്ച മുളക് കറിയാണ്. അതിന്റെ ഇതാണ്. അത് വെച്ച് നമുക്ക് കഴിക്കാം. അടിപൊളി, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ കൂട്ടുകാരെ ഇതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നേരെ പോയേക്കാം. അതിനു മുമ്പ് ലൈക്ക് ഷെയർ ഫോളോ ഒക്കെ ചെയ്തേക്കണേ. പോയേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് റവയാണ്. നമ്മൾ ഒരു 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇവനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ആദ്യത്തെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പറഞ്ഞാൽ കുറച്ച് അരിപ്പൊടിയും കൂടാണ്, ഏകദേശം ഒരു 1/4 ബൗൾ. ഇനി നമ്മൾ അടുത്തിടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമാണ്. 1 സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അടുത്ത് നമ്മൾ ഇടാൻ പറഞ്ഞാൽ ഒരു സവാള പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റ്. ഇത് പൊടിയായിട്ട് അരിഞ്ഞാണ്, ഒരു പകുതി ക്യാരറ്റ്. ഇനി അടുത്ത് നമ്മൾ ഇടുന്ന പറഞ്ഞാൽ മല്ലിയിലയാണ്, അത് പൊടിയായിട്ട് അരിഞ്ഞാൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കരിയാപ്പിലാണ്, കുറച്ച് കരിയാപ്പില, അതും പൊടിയായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുക. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് പറഞ്ഞാൽ ഇഞ്ചിയാണ്, പൊടിയായിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സ്. നമ്മളൊരു ദോശമാവ് അപ്പമാവ് ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. ഏകദേശം നമ്മൾ ഇതാണ് ഒരു പരുവം. ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. ഇനി നമുക്ക് അതിനകത്തൊരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കും. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നിന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കുട്ട വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുറച്ച് തട്ടിനകത്ത് നമ്മൾ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരി ഒഴിച്ചു. അപ്പോൾ എല്ലാം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം വെന്തോ. വെന്ത് നല്ല പൊങ്ങ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കണം. എല്ലാം തണുത്തൊന്നും നമ്മളെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഓരോന്ന് അതിനകത്ത് എടുത്തിട്ട് വെക്കാം.